നമ്മൾ ആദ്യ ബിൽഡിംഗ് ഓണറാണ്. ഫസ്റ്റിന്റെ കയ്യിലൊരു ബിൽഡിങ് റൂമിന്റെ ചാവി തരുന്ന ആളാണ്. 2014 ഞാൻ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയുണ്ട്. സത്യത്തില് ഞങ്ങളുടെ ഒരു മില്ലുംപടി പറഞ്ഞൊരു പള്ളിയുണ്ട്. ഈ പള്ളിക്കത്തെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യും, ഒരു കടമുറി വേണം നമുക്ക് ഒതുങ്ങണ ചെറുത്. അങ്ങനെ മാനാക്കാന്റെ വീടിന് ചാരി ഒരു 2 കടമുറി ഉണ്ടായിരുന്നു. അങ്ങനെ ആ റൂമിലേക്കാണ് ഫസ്റ്റ് ഞങ്ങൾ പോയി കയറുന്നത്. അന്ന് ബിസ്മി ജല്ലിട്ടിന്റെ കയ്യിലൊരു ചാവി തന്നതാ. ആ ധൈര്യം എനിക്ക് ഇന്നുണ്ട്. ആ സ്ഥാപനം ഒന്നുണ്ട്. ഇന്നും മാനാക്ക താമസിക്കണോ, ഞങ്ങള് ഇരിക്കണത് അവിടെ തന്നെയാണ്. ഇപ്പോഴും നമുക്ക് എന്ത് പരിപാടി, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ ഒരു ഓഫീസ് ഉണ്ട്. അവിടെ പോയിരുന്ന നമ്മളെ മൈൻഡ് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ മാനാക്കാനെ ആദരിക്കണമെന്ന് കഴിഞ്ഞ 10ാം വാർഷികം ഉണ്ടാക്കുമ്പോൾ ആദരിക്കണം കരുതിയതാണ്. അത് സാധിച്ചില്ല. അപ്പൊ ഇങ്ങനെ ഒരു വേദിയിലാക്കാന്ന് പിന്നെ ഒരു വർഷമായിട്ട് ഇത് പരിപാടി നടക്കണ്ടല്ലോ. അപ്പൊ അന്നെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ ഇതെനിക്ക് മാനാക്കാൻ ആദരിക്കണം എന്നില്ല ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണിത്. എന്റെ ജീവിതത്തിൽ പിന്നെ അൻഫാന പറഞ്ഞത് ഞാനെന്നും ആലോചിക്കുകയാണ്. ആ ചാവി കൊടുത്ത ശ്രീകാര്യം കൂടിയ പ്രാർത്ഥനയോടുകൂടി ആ ചാവി കൊടുത്ത അവിടുന്ന് ഇങ്ങോട്ട് അൻഫാൻ ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ സ്ഥലത്ത് ഞാനൊരു ചെറിയ കച്ചവടം തുടങ്ങിയ ആയിരുന്നു. അപ്പൊ എനിക്കൊരു സമയത്ത് തോന്നി കച്ചവടം നിർത്തണമെന്നും ഇത്ര മതിയെന്നും. നല്ലൊരു കച്ചവടക്കാരനാ. അപ്പൊ ആ പിന്തുടർച്ച അൻഫാൻ ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഉത്തരോത്തരം വളർന്ന് ഏറ്റവും വളർന്ന രീതിയിൽ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് വ്യാപാരി വ്യവസായ പ്രസിഡന്റ് ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ്. കാരണം അൻഫാനെ കരുവാരക്കുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു മെമ്പർ പങ്കുവയ്ക്കും അവിടുത്തെ വ്യാപാരികളൊക്കെ നമ്മളെ സുഹൃത്ത് എന്നവർക്കും വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. വ്യാപാര രംഗത്ത് ഏറെ ഇളക്കമാകുന്ന വിജയം കൈവരിച്ച അദ്ദേഹത്തിന്റെ പുതിയ ഓരോ സംരംഭങ്ങളും വൻ വിജയത്തിലേക്ക് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ മാനാക്കാന്റെ വീടിന് തൊട്ടടുത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച ഈ സഫാരി ക്ലാസ് എന്ന സ്ഥാപനം ഒപ്പം തന്നെ അവിടെ സുഹൃത്ത് മാനാക്കാന്റെ ആരോഗ്യം നൽകിയത് അത് ഏറെ അഭിനന്ദിക്കുന്നു. അൻഫാനും അവരുടെ കുടുംബത്തിനും ഒപ്പം തന്നെ അവർ സുഹൃത്തുക്കളും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.